മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. 1 കൊറിന്തോസ് 7:14 പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭാര്യയുടെ പ്രാർത്ഥന ഭർത്താവിന് ബലമാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു ബലഹീനനാണെങ്കിൽ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരണം. അതായത് ദൈവം മനുഷ്യനെ മെനഞ്ഞപ്പോൾ അവൻ്റെ വാര്യലുകളിൽ ഒന്നെടുത്താണ് ആരെ മെനഞ്ഞത്? സ്ത്രീയെ, അവൻ്റെ പങ്കാളിയെ, ഭാര്യയെ മെനഞ്ഞത്. അപ്പോൾ വാര്യലിൻ്റെ പണി എന്താ? ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന. അപ്പോൾ ഭാര്യയുടെ പണി എന്താ? ഭർത്താവിൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുക. പറയുമ്പോൾ ബ്രദറിന് ചിരിവനുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ചിലരൊക്കെ ചോദിക്കേണ്ടത് ഭർത്താവിന് വേണ്ടി ഏത് വചനം, എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പോൾ അതിലേക്കാണ് കടക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിനെ വിശദീകരിക്കാൻ ദൈവം നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുക. അല്ലെങ്കിൽ പണ്ട് ഇട്ടിട്ട് പോയാനെ. പലരും പറഞ്ഞാൽ നീ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കണ് എന്ന് പറയുന്ന ഭർത്താക്കന്മാരും തിരിച്ചു പറയുന്ന ഭാര്യമാരും കണ്ടേക്കാം. നീ ഇതെങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. എനിക്ക് പറയാനായിട്ട് സാധിക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും അമൂല്യമായ സമ്പത്ത്. ഇങ്ങനെ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇപ്പം നീണ്ടു നിവർന്നിരുന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധിക്കുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു ജീവിത പങ്കാളിയാണ്. എൻ്റെ ഭാര്യയുടെ പേര് ജോളി എന്നാണ്. പേര് പോലെ തന്നെ എല്ലാ കാര്യത്തിലും അവൾ ജോളിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. കാരണം ഇന്ന് പല ശുശ്രൂഷകരും അനുഭവിക്കുന്ന അവരുടെ സ്വകാര്യ ദുഃഖങ്ങളും വിഷമങ്ങളും നിരവധി വ്യക്തികളിൽ നിന്ന് കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും, എല്ലാ വിഷമങ്ങളിലും, എല്ലാ ബലഹീനതകളിലും എനിക്ക് ബലം തരുന്ന, കൂടെ നിൽക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രസരിപ്പുള്ള ജോളിയായിട്ടുള്ള ഒരു ജോളിയെയാണ് ദൈവം തന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതോടൊപ്പം ഓരോ ഭർത്താവിനും ദൈവം അതിനുള്ള കൃപയും വിശുദ്ധിയും അനുഗ്രഹവും പ്രാർത്ഥനയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്താണ് നമ്മുടെ പങ്കാളിയെ നാം സ്വീകരിച്ചത്. അതിനെ ലംഘിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് തള്ളിപ്പറയുന്നതും നിഷേധിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാവൂൾ കേട്ട ദൈവസ്വരം നമ്മൾ വീണ്ടും കേൾക്കാൻ ഇടകൊടുക്കരുത്. അതുകൊണ്ട് ഭാര്യയെ കരിവാരി തേക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, തള്ളിപ്പറയുമ്പോൾ, ഭാര്യയുടെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവരെ ചെളിവാരി എറിയുമ്പോൾ നമ്മൾ തന്നെയാണ് നാറുന്നതെന്ന് ഓർക്കുക. ഇതാ ഭാര്യയെ സംശയിക്കുമ്പോൾ, ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോൾ, ഇല്ലാ വചനങ്ങൾ പറയുമ്പോൾ അത് സ്വന്തം കഴിവുകേടിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് കഴിവുകെട്ടവരായി നമ്മൾ അധംപതിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവകൃപ നിറഞ്ഞ കൂദാശകളുടെ ചൈതന്യം ഇതിന് വളരെ അത്യാവശ്യമാണ്. 128 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തൻ്റെ ഭവനത്തിൽ അവൻ്റെ ഭാര്യ മുന്തിരിവള്ളി പോലെയായിരിക്കും. അപ്പോൾ 128ഉം 112ഉം സങ്കീർത്തനങ്ങൾ ഭർത്താക്കന്മാർക്ക്, കുടുംബനാഥന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള വചനഭാഗങ്ങളാണ്. അത് കാണാപ്പാഠം പഠിച്ചെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഭർത്താവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്. ഭർത്താവിൻ്റെ പ്രാർത്ഥന, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭർത്താവിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ഹവ്വായെ സൃഷ്ടിച്ച് ആദത്തിന് നൽകിയ നല്ല ദൈവമേ, എന്നിൽ വസിക്കുന്ന എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയെ തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എല്ലാ മനുഷ്യരെക്കാൾ കൂടുതലായി എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയിലുള്ള നന്മകൾ കാണാനും നന്മകളെ പ്രതി ഭാര്യയെ അഭിനന്ദിക്കാനും എന്നെ ശക്തനാക്കണമേ. ഇന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങയോടും എൻ്റെ ഭാര്യയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നേയും അങ്ങ് ഞങ്ങളുടെ മക്കളെയും സ്നേഹിക്കുന്നതിനും
ശുശ്രൂഷിക്കുന്നതിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് നൽകണമേ. കർത്താവെ, അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ. അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല. ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പഴിചാരലുകളും ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുമെന്നും ഞങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണവും വഴിയാണ് ഞങ്ങളുടെ മക്കൾ ഉയർന്നു വരികയുള്ളൂ എന്നും ഭാര്യയോടുള്ള എൻ്റെ സ്നേഹക്കുറവ് മൂലം ഭാര്യ വഴി തെറ്റിപ്പോകുമെന്നും ഞാൻ അറിയുന്നു. പരസ്പര സ്നേഹത്താൽ ഏകമനസ്സായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എൻ്റെ ഭാര്യയെയും മക്കളെയും കാത്തുകൊള്ളണമേ. അഹങ്കാര, അവിശ്വസ്തത, സംശയങ്ങൾ, നിരാശ മുതലായ എല്ലാ വിപത്തുകളിൽ നിന്നും എൻ്റെ ഭാര്യയെ കാത്തുകൊള്ളണമേ. എളിമയുടെ ദർപ്പണമായ പരിശുദ്ധ അമ്മേ, എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. ഹാലേലുയ, ഹാലേലുയ. എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും ശക്തിയും നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇന്നു മുതലെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അവരും ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. അവർക്കൊത്തിരി സന്തോഷമുണ്ടാകും. എത്രയോ കാര്യങ്ങളാണ് കഷ്ടപ്പെട്ട് ഓരോ ദിവസവും നടക്കുന്നതും ചെയ്യുന്നതും എടുക്കുന്നതും. പറഞ്ഞാൽ തീരാത്ത കണക്കുകളാണ്. അത്രയും കിലോമീറ്ററാണ് ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടി നടക്കുന്നത്. പിന്നെ ഇന്നു മുതൽ തീരുമാനമെടുക്കുക. ഭാര്യയെ ആരുടെയും മുമ്പിൽ വെച്ച് അവഹേളിക്കുകയോ പുച്ഛിച്ച് താഴ്ത്തുകയോ കുറ്റവും കുറവും പറയുകയോ ചെയ്യരുത്. അത് സ്വന്തം കുറ്റവും കുറവും പറയുന്നതിനേക്കാൾ മോശമാണ്. നിങ്ങളൊന്നാണെന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരവരെ തന്നെ ദുഷിക്കുന്നതിന് തുല്യമാണ്. ആ കുറ്റവും കുറവും കേൾക്കുന്നവരാരായാലും അവർ വിചാരിക്കും ഇവൻ കഴിവ് കെട്ടവനാണ് എന്ന്. അതുപോലെ വിവാഹം കഴിയുന്നത് വരെ അപ്പനും അമ്മയും ആൾക്കാരൊക്കെ അവിടെ മുന്നിൽ നിന്നോട്ടെ. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ 1-ാം സ്ഥാനം ദൈവത്തിന്, 2-ാം സ്ഥാനം ഭാര്യയ്ക്ക്, 3-ാം സ്ഥാനം മാതാപിതാക്കൾക്ക് ഉള്ളൂ. ഇനി മക്കളാവുമ്പോഴോ 1-ാം സ്ഥാനം ദൈവത്തിന്, 2-ാം സ്ഥാനം ഭാര്യയ്ക്ക്, 3-ാം സ്ഥാനം മക്കൾക്ക്, 4-ാമത്തെ സ്ഥാനവും മാതാപിതാക്കൾക്കുള്ളൂ. ഈ തിരിച്ചറിവ് എവിടെ നഷ്ടപ്പെടുമോ അവിടെ ക്രമക്കേടാ. എൻ്റെ അമ്മ ഉണ്ടായിട്ടാ നീ ഉണ്ടായത് എന്നും പറഞ്ഞ് മസിൽ പിടിക്കുന്നവരെയും തെറി വിളിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ കാര്യം പോക്ക. ഇതാ സ്വന്തം ഭാര്യയെക്കാളധികം ലോകത്തെ ഏതൊരു പെണ്ണും സഹിക്കാത്ത ഒരു സങ്കടമാണ്. മറ്റേത് അമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരി ആകട്ടെ, കൂടെ പഠിച്ചവരോ ജോലിയെടുത്തവരാകട്ടെ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ, നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ആ പണിക്കൊന്നും പോകണ്ട. ഭാര്യയെക്കാളധികം നീ മറ്റുള്ളവരെ, അമ്മയാകട്ടെ പെങ്ങളാകട്ടെ, ആരെയും പൊക്കി പറയണ്ട. അതവിടെ ഇരുന്നോട്ടെ, ആ മുഴുത്ത സ്നേഹം. പക്ഷേ ഇതാ ഒരു പെണ്ണിന് അത് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് അവൾ നിൻ്റെ സഖിയാണ്, പങ്കാളിയാണ്, പ്രിയതമയാണ്, എല്ലാമാണ്. നിങ്ങളൊന്നാണെന്ന ദൈവവചനം. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. മക്കളാണെങ്കിൽ പോലും മക്കൾ തലേ കയറിയിരിക്കാൻ ഇടകരുത്. മക്കളെ കണ്ടും മാമ്പു കണ്ടും നെകളിക്കരുതെന്ന് പറയാറുണ്ട്. വെറുതെ അല്ല പറയുന്നത്. അവസാനം ഈ മക്കളിൽ നിങ്ങളെ രണ്ടുപേരെയും ചവിട്ടി തൊഴിച്ചു പോകും. എത്ര പൊന്നു മക്കളായാലും ശരി, ഭാര്യയും ഭർത്താവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് മതി അവരുടെ സ്ഥാനം. അപ്പോൾ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത്രയും സമാധാനം നേരത്തെ ഉണ്ടാകും. അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന പ്രയോജനപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബനാഥന്മാർക്കൊക്കെ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഭർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കമൻസുകൾ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത വേലയിൽ ഒന്നു ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം.